മുതിർന്ന നേതാക്കളെ അനുനയിപ്പിക്കാൻ ബി.ജെ.പി. ദേശീയ അധ്യക്ഷൻ അമിത് ഷാ എൽ.കെ. അദ്വാനിയെയും മുരളി മനോഹർ ജോഷിയെയും കാണും. വൈകിട്ട് 5-നാണ് കൂടിക്കാഴ്ച. കെ.പി. അഭിലാഷ് വിവരങ്ങളുമായി ചേരുന്നു. അഭിലാഷ്, പ്രകടന പത്രിക പുറത്തിറങ്ങുന്ന ദിവസമാണ് മുതിർന്ന നേതാക്കളുമായി കൂടിക്കാഴ്ച നിശ്ചയിച്ചിരിക്കുന്നത്. എന്താണ് ഇതിന്റെ ലക്ഷ്യം? രേണുക, സീറ്റ് നിഷേധിക്കപ്പെട്ട എൽ.കെ. അദ്വാനിയെയും മുരളി മനോഹർ ജോഷിയെയും അനുനയിപ്പിക്കുവാനുള്ള നീക്കം RSS നേരത്തെ തന്നെ ആരംഭിച്ചിരുന്നതായിരുന്നു. അതിന്റെ ഭാഗമായി തന്നെ ഇരു നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തണമെന്ന നിർദ്ദേശം RSS നൽകുകയും ചെയ്തിരുന്നു. ഇതിന്റെ ഭാഗമായാണ് ദേശീയ അധ്യക്ഷൻ അമിത് ഷാ ഇന്ന് കൂടിക്കാഴ്ച നടത്തുന്നത്. രേണുക നേരത്തെ സൂചിപ്പിച്ച പോലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദിവസം കൂടിയാണ് ബി.ജെ.പിയെ സംബന്ധിച്ചിടത്തോളം. സങ്കല്പ പത്രം എന്ന് പേരിട്ടിട്ടുള്ള തെരഞ്ഞെടുപ്പ് പ്രകടന പത്രിക അല്പസമയത്തിനകം തന്നെ ബി.ജെ.പി. പുറത്തിറക്കുകയും ചെയ്യും. നേരത്തെ രാവിലെ 9:45 മുരളി മനോഹർ ജോഷിയെ കാണുക എന്ന തീരുമാനത്തിലേക്കായിരുന്നു അമിത്ഷാ എത്തിയിരുന്നത്. എന്നാൽ സങ്കല്പ പത്രം പുറത്തിറക്കുന്നതിന്റെ ഭാഗമായാണ് കൂടിക്കാഴ്ച വൈകിട്ടത്തേക്ക് മാറ്റിവെച്ചിട്ടുള്ളത്. മുരളി മനോഹർ ജോഷിയെ സന്ദർശിച്ചതിന് ശേഷം അദ്ദേഹം എൽ.കെ. അദ്വാനിയുമായും കൂടിക്കാഴ്ച നടത്തും. നേരത്തെ തന്നെ പ്രധാനപ്പെട്ട സീറ്റുകളിൽ മുതിർന്ന നേതാക്കളെ അടക്കം ഒഴിവാക്കിയതിലുള്ള അമർഷം പുകയുന്നതിനിടെയാണ് ഇപ്പോൾ ഈ അനുരഞ്ജന ചർച്ചകൾ നടക്കാൻ പോകുന്നത്. മാത്രമല്ല, കോൺഗ്രസ് മുരളി മനോഹർ ജോഷിയുമായി സംസാരിച്ചിരുന്നുവെന്നും വാരാണസിയിൽ പ്രധാനമന്ത്രിക്കെതിരെ സ്ഥാനാർത്ഥിയാകുവാനുള്ള ഒരു ഓഫർ വെച്ചു എന്ന തരത്തിലുമുള്ള റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു. SP-യുടെ ഉൾപ്പെടെ പിന്തുണയോടെ പ്രതിപക്ഷത്തിന്റെ പൊതുസമ്മതനായ സ്ഥാനാർത്ഥി എന്ന നിലയിൽ മുരളി മനോഹർ ജോഷി മത്സരിപ്പിക്കാനുള്ള നീക്കങ്ങൾ നടക്കുന്നു എന്നുള്ളതായിരുന്നു. അതോടൊപ്പം തന്നെയായിരുന്നു എൽ.കെ. അദ്വാനി ബി.ജെ.പിയുടെ സ്ഥാപക ദിനത്തോടനുബന്ധിച്ച് പുറത്തിറക്കിയ സന്ദേശത്തിൽ നേതാക്കൾക്കെതിരെയും നേതൃത്വത്തിനെതിരെയും ചില വിമർശനങ്ങൾ ഉന്നയിക്കുകയും ചെയ്തിരുന്നു. രാജ്യമാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്, പിന്നീടാണ് പാർട്ടി, വ്യക്തികൾ ഏറ്റവും ഒടുവിലാണ് എന്ന തരത്തിലുള്ള കുറിപ്പായിരുന്നു അദ്ദേഹം പുറത്തുവിട്ടത്. ഇങ്ങനെ പാർട്ടിക്കുള്ളിലെ അസ്വാരസ്യങ്ങൾ തുടരുന്നതിനിടെ മുതിർന്ന നേതാക്കൾക്ക് സീറ്റ് നിഷേധിക്കപ്പെട്ടതിൽ ഒരു വിഭാഗം ആളുകൾക്ക് എതിർപ്പുകളും വിയോജിപ്പുകളും ഉള്ള പശ്ചാത്തലത്തിൽ കൂടിയായിരുന്നു സജീവമായി ഈ വിഷയത്തിൽ ഇടപെടാൻ RSS തയ്യാറായത്. ഇതിന്റെ ഭാഗമായാണ് അമിത് ഷാ ഇന്ന് മുരളി മനോഹർ ജോഷിയും എൽ.കെ. അദ്വാനിയുമായും കൂടിക്കാഴ്ച നടത്തുന്നത്. രേണുക, കെ.പി. അഭിലാഷാണ് ഡൽഹിയിൽ നിന്നും വിവരങ്ങൾ നൽകിയത്.